സഹൃദയരെ, കലാകൈരളിക്ക് മുമ്പിൽ താനൂർ താഹ അവതരിപ്പിക്കുന്ന ഷീലെ നീ കരയരുത്. ഞാൻ കഥയിലേക്ക് കിടക്കുകയാണ്. അതാ അങ്ങോട്ട് നോക്കൂ. എങ്ങോട്ട്? തന്നോടല്ല അടുപ്പേ, ഓഡിയൻസിനോടാണ്. അതാ അങ്ങോട്ട് നോക്കൂ. മന്ദാരം കുന്നിലെ മാമരച്ചോട്ടിയിലെ, മന്ദാരം കുന്നിലെ മാമരച്ചോട്ടിയിലെ മഞ്ഞക്കാമല പോലെയുള്ള ഒരു കൊച്ചു ഗ്രാമം. ആ കൊച്ചു ഗ്രാമത്തിലൂടെ ഒരു ചെറുപ്പക്കാരനായ യുവകോമളൻ മന്ദം നടന്നു വരികയാകും. വഴിയോരത്തെ കൊച്ചു കുടിലിനു മുമ്പിൽ അയാൾ നിന്നു. സാമസുന്ദരമായ കുടിൽ. മുറ്റത്താരുമില്ല, ശൂന്യം. അയാൾ ജനലിനുള്ളിൽ കൂടെ മെല്ലെ മെല്ലെ ഒളിച്ചു നോക്കി. അതാ അയാൾ വരുന്നു. മന്ദം മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി ഒരടി മുമ്പോട്ട് വെക്കരുത്. എന്തും സംഭവിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ സമയമാണ്. ക്രിട്ടിക്കൽ ടൈം. ചുറ്റും ശത്രുക്കളാണ്. പേടിക്കണ്ട. മുകളിലിരിക്കുന്നവന്റെ കൃപ നിങ്ങൾക്കുണ്ട്. ഗോഡ് ഈസ് ദേർ. ശുദ്ധ ജാതകമാണ്. സോ യു ഡോണ്ട് വറി. ഇത് എന്തെങ്കിലും വറി ഉണ്ടെങ്കിൽ തന്നെ ഞാനിവിടെ ഇരിപ്പില്ലേ? ജാതക കൃഷ്ണ. പുതിയതായി വന്ന ആയുർവേദ ഡോക്ടർ ചെറുപ്പക്കാരനാണെന്ന് കമ്പൗണ്ടർ പറഞ്ഞു. പക്ഷേ ഇത്ര സുന്ദരനാണെന്ന് ഞാൻ കരുതിയില്ല. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഞാൻ നമ്മുടെ പുതിയതായി വന്ന ഡോക്ടർ എന്ന് പരിചയപ്പെടാൻ വന്നതാ. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയാൻ മടിക്കണ്ട. വരട്ടെ. ആ കൃഷ്ണ, വാടക കൃത്യമായി കൊണ്ടു തരണം. വരട്ടെ. ഒന്ന് പരിചയപ്പെടാൻ വന്നാ. ഇരിക്കൂ. ഐ എം ജാതക കൃഷ്ണ. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ഹോറോസ്കോപ്പ്. അപ്പുറത്താ. ഞാൻ കണ്ടു. എന്നെയോ? അല്ല, ബോർഡ്. എന്റെ പേര് അനന്തൻ. ഇവിടെ എവിടാ താമസം? ഓഫീസേഴ്സ് കോളനിയില, 2nd സ്ട്രീറ്റ്, 7A. അറിയൂ, എനിക്ക് ഓഫീസേഴ്സ് കോളനി നല്ല നിശ്ചയമില്ല. ഇന്നാരും പഠിപ്പിക്കണ്ട. വേണ്ടി വന്നാൽ താഹ ഒറ്റക്ക് പാടും, പറയും ചെയ്യും. ഇത് താനൂർ താഹയാണ് പറഞ്ഞത് മനസ്സിലാക്കണം കേട്ടോ. എന്ത് മനസ്സിലാക്കി നിങ്ങള്? ഇന്നാരും പഠിപ്പിക്കാൻ നോക്കണ്ട. എന്താടോ താഹയുടെ ഒരു ബഹളം? അല്ല, എനിക്ക് താളല്ല, നിന്റെ പക്കമേളക്കാരെ. ഇന്ന് എന്റെ ഉമ്മ വെച്ചത് എന്നെ ഒരു താളത്തിലാണ്. ആദ്യ താളം. ഇതാണ് സുപ്രസിദ്ധ ഗാഥകൻ താനൂർ താഹ. അഭിവാദനങ്ങൾ. ഡോക്ടർ സാർ വന്നു എന്നുള്ളൊരു കമൗണ്ടർ പറഞ്ഞു. നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇതെന്ത് സന്തോഷാണ്? സന്തോഷിക്കാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ. സത്യത്തിൽ ഡോക്ടറുടെ ജീവിതത്തിലെ ഒരു ചേഞ്ചിന്റെ സമയമാണിപ്പോ. എന്ത് ചേഞ്ച്? ഇതങ്ങനെ ചുമ്മാ പറയേണ്ട കാര്യമല്ല. ദക്ഷിണയും ചില്ലറ ചെലവുകളും ഒക്കെ ഉണ്ടല്ലേ? അതെ. വിനോദി ഇവൻ പറഞ്ഞതാ. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഹലാക്കിനോട് ചോദിക്കാം. തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ കമ്പ്യൂട്ടറിനെ ഹലാക്ക് എന്ന് വിളിച്ച് ആക്ഷേപിക്കരുത്. സോറി. ഒരു വിവരമില്ല സാർ. ആർക്ക്? Thank you. Welcome. Hello, reception. What can I do for you? Okay, sir. I'll see to it. Thank you. One not 6 flush out work ചെയ്യുന്നില്ല. അവിടെ പോയി എന്താണെന്ന് നോക്കൂ. Yes. Can I help you, sir? Hello. This is Frankie. അയാൾ എന്നെ ബോംബെയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ആര്? വേറെ ആരാ?
That stupid Frank. മമ്മിക്ക് ഇത് വളരെ ലൈറ്റ് ആണ്. But I don't like him. ഒരു സൈഡിസ്റ്റിനെ പോലെയാ അയാൾ എപ്പോഴും. അതൊക്കെ മാറും എന്റെ മോളെ. അവൻ ചെറുപ്പമല്ലേ. പോരെങ്കിൽ നീ എന്ന് വെച്ചാ അവന് ജീവനാ. എന്റെ മോള് ചെന്ന് ചേഞ്ച് ചെയ്തിട്ട് വാ. നമുക്കേ അപ്പുറത്തെ വീട് വരെ ഒന്ന് പോണം. എന്താ വിശേഷിച്ച്? ആ സുബ്ബമ്മയുടെ മകൻ വന്നിട്ടുണ്ട് പാലക്കാട്ടുനിന്ന്, ഡോക്ടർ. നമ്മളൊന്ന് ചെന്ന് കണ്ടില്ലെങ്കിൽ മോശമല്ലേ. ഗോ ആൻഡ് ചേഞ്ച്. അനന്താ, ലത്തീഷ വരച്ചെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഇവിടെ അറിയാലോ. അല്ല, ആളെവിടെ പോയി? ഇങ്ങനെ പോയാ എങ്ങനെയാ? എന്നാ എല്ലാവർക്കും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. വിളിച്ചു ചോദിച്ചാ പറയും സ്റ്റോക്ക് ഇല്ലെന്ന്. எங்களுக்கு ஒரு குத்தி ஒரு மாசத்துக்கு வராது. ஸ்டவ் இருக்கு, அதனால பரவாயில்ல. അല്ല, മോനെ കണ്ടില്ലല്ലോ. அனந்தா, டே அனந்தா, அனந்தா, டே அனந்தா. എന്തമ്മാ? நீ கொஞ்சம் வெளியே வா. ഞാൻ ഉറങ്ങി. தூக்கத்துல எப்படிடா பேசுறது? அதுல இங்க கொஞ்சம் வேலை இருக்கு. என்னடா இவ்வளவு பெரிய வேலை? ஒரு நிமிஷம் வெளியே வந்துட்டு போ. என்னாச்சு உனக்கு? உடம்பு சரியில்லை. உடம்புக்கு என்னாச்சு? தலைவலிக்குதம்மா. தலைவலியா? வா, நான் விக்ஸ் போட்டு. வேணாம் வேணாம், ஒரு நிமிஷம் தாழேக்கு வா. எதுக்கம்மா நீ போ, நான் தூங்க போறேன். பாடா, அப்புறமா சொல்றேன். எதுக்கு? 2 സിലിണ്ടർ ഉണ്ടെങ്കിലേ നമുക്ക് അവരുടെ ഔദാര്യൊന്നും വേണ്ട. നമ്മളും കാശ് തന്നെയാ കൊടുക്കുന്നത്. വൃത്തിയോട് കാണിച്ചാലേ ഈ മെസ്സിയനി മഹാ ചീത്തയാ. ഇങ്ങനെ വിടാൻ പറ്റില്ല. അവൻ വരട്ടെ, ഞാൻ ചോദിക്കും. ആ ആന്റി പ്ലീസ്, എന്നോടൊന്നും തോന്നരുത്. ഒന്നും ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തല്ല. എനിക്ക് മാപ്പ്. ജീസസ്, എന്തിനാ മാപ്പ് പറയുന്നത്? സത്യമായിട്ടും ആന്റി, ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. അതിനിപ്പോ ഞങ്ങൾ ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല, പറഞ്ഞില്ലെങ്കിൽ തന്നെ എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റാണെന്ന്. പോട്ടുമോനെ, ഞങ്ങൾ നിനക്ക് വേണ്ടി കുറച്ചു സമയം വെയിറ്റ് ചെയ്യുന്നു വിചാരിച്ച് ഞങ്ങൾക്ക് ഒരു വിഷമവുമില്ല. യു ഡോണ്ട് വറി. ഐ ആം മിസ്സസ് ഫെർണാണ്ടോ മെസ്സി. ഇതെന്റെ മകള് ലത്തീഷ. ഹലോ. ഞാൻ മുമ്പ് എവിടെയോ കണ്ടതുപോലെ. അപ്പോ മോൻ പൊയ്ക്കോ, ഞങ്ങൾ ഇവിടെ അടുത്തല്ലേ, പിന്നെ കാണാം. ഞാൻ മുമ്പ് എവിടെയോ കണ്ടതുപോലെ. എന്താ കണ്ണു കാണുന്നില്ലേ? എവിടെയോ കണ്ടു മറന്ന പോലെ. അണ്ണാ, ഇത് ഞാനാ അണ്ണാ. മാഡം, മാഡം, യെസ്, ആരാത്? ഗുഡ് മോർണിംഗ്. സെക്കൻഡ് പ്ലീസ്. ആരാ നിങ്ങൾ? എന്താ വേണ്ടത്? ഐ ആം ജാതകൃഷ്ണ. ജാതകൃഷ്ണ. എന്താ കാര്യം? ഞാൻ പ്രൊഫഷണൽ ക്യാൻവാസിങ്ങിന് ഇറങ്ങിയതാ. എന്ത് ക്യാൻവാസിംഗ്? എന്റെ പ്രൊഫഷൻ ജാതകം എഴുത്താണ്. കൈകൊണ്ടല്ല, വിത്ത് ദി ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ഹോറോസ്കോപ്പിംഗ്. എനിക്ക് ഇതിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല, വിശ്വാസവും ഇല്ല. എന്നാ മാഡത്തിന് വിശ്വാസമുള്ള ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ, ഫൈൻ സ്കോച്ച് ബ്ലെൻഡ്. എനിക്ക് ഈ ജാതകത്തിൽ വലിയ ഇൻട്രസ്റ്റാ, പ്രത്യേകിച്ചും ഈ കമ്പ്യൂട്ടർ ഹോറോസ്കോപ്പ്. The sun, moon, planets and rainbow. Oh, wow. മാഡം, എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. This is original? ഒറിജിനൽ. ഇനി എന്താ അറിയേണ്ടത് ചോദിച്ചോളൂ. കുറച്ച് ഗോസിപ്പിംഗ് വേണം. என்ன அந்த பையன் உள்ள
உட்காந்து சிகரெட் குடிக்கிறேன் அங்கே நீங்க போய் கொஞ்சம் சோதீரு നീ എന്തടി പറയണേ ഞാൻ ചോദിച്ചാൽ തരില്ല മക്കളോട് സിഗരറ്റ് ചോദിക്കുന്നത് മോശല്ലേ இந்த மனுஷന്റെ കാര്യം நீங்க போய் அவனை கொஞ்சம் ശാസിക്കേ ശാസിക്കാനോ എതുക്ക് ഈ വയസ്സുകാലത്ത് അവന്റെ രണ്ട് വാങ്ങിച്ചു തന്നിട്ട് നീ അടങ്ങും நீங்க தான் அவனை ചീത്തയാക്കരുത് ഞാനായിട്ട് അവനെ ചീത്തയാക്കണം നീ പിടിച്ചേ ഇത്തരം വൃത്തികേട് കാണിക്കരുത്. വാട്ട് ഈസ് ദി പ്രോബ്ലം? മറ്റൊരാളുടെ സ്വകാര്യ മുറിയിൽ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന ഒരുമാതിരി മൂന്നാംകട ചീപ്പ് പരിപാടിയാ. മനസ്സിലായോ? എനിക്ക് മനസ്സിലായി, നിന്റെ തള്ളക്ക് മനസ്സിലായിട്ടില്ല. സമാധാനായില്ലേ? ചെന്നിരുന്ന് പഠിക്കടാ. 11 മണി വരേക്കും ഉட்கார்ந்து പഠിക്കണം. ചെന്നിരുന്ന് പഠിക്കടാ. പോയിരുന്നു വലിക്കും മോനെ, അല്ല പഠിക്കും മോനെ. ഏതാവത് ഡൗട്ട് ഇരുന്നാ എൻകിട്ട കേള്, ഇല്ലാനാ എൻകിട്ട കേള്. കാലങ്ങളിൽ അവൾ വസന്തം കലകളിലെ அப்பா എന്നപ്പാ അപ്പാ എന്നടാ ഈ ജുഗുപ്സാവഹം എന്ന് വെച്ചാ എന്നാ എന്തോ അർത്ഥം? ഡിക്ഷണറി പാരടാ. ഇങ്ങനെ കിടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ. അപ്പാ ഈ പരിരംഭണമെന്ന് വെച്ചാ എന്താ അർത്ഥം? നിന്റെ അമ്മ കിട്ട കേള്, കിടന്നുറങ്ങടാ. നിന്നോടല്ല, ഇനി നാളെ കാലത്ത് പഠിച്ചാ മതി. പഠിക്കുന്ന വന്നിട്ട് പെണ്ണാഴ്ച കഥ എല്ലാവരും പഠിക്കും. ഉറക്കും. ഇത് ഞാനാ. എന്താ ഒരു കോള് വരുന്നുണ്ട്. ബുക്ക് ചെയ്ത പിന്നെ അല്ലാതെ തന്റെ ബോർഡിലോട്ടായിരുന്നു നോട്ടം. നല്ല റേറ്റ് വാങ്ങാവുന്ന പാർട്ടിയാണെന്ന് തോന്നുന്നു. നേരോ പഠിച്ചവരെ നീ കാത്തു. ഞാൻ നമ്മുടെ പഴയ നമ്പറുമായിട്ട് വരെ വേഗം റെഡിയാവും. തന്റെ സുനാമണി ഇവിടെ ഫോൺ. വേഗം വേഗം വേഗം. ഓ റെഡിയാവും. ഓക്കെ. അയ്യോ സോറി, ഡേറ്റ് എന്താണ് കാര്യം? സംശയം കേട്ടോ. 21 വരെ ഒഴിവാണ്ടേ? എന്ത് റേറ്റ് പ്രശ്നമില്ല എന്നുള്ളത് ശരിയല്ലേ, പക്ഷെ ഡേറ്റ് ഒക്കെ വേണ്ടേ? ഒരു മിനിറ്റ് ഇരിക്കും. 21, 2, 3, 4 ഒക്കെ ബുക്കിംഗ് ദിവസങ്ങളാണ്. ഉത്സവ സീസൺ അല്ലേ, ഞാൻ എന്ത് ചെയ്യും? പിന്നെ 25-ന് ശേഷമാണ് ഈ നോർത്ത് ഇന്ത്യൻ ടൂറാ. അതുകൊണ്ട് ഇപ്രാവശ്യങ്ങള് വേറെ ആളെ ട്രൈ ചെയ്യും. അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. ഓക്കെ. ആരാണ്, എന്താണ്? സാറിനെ ഒന്ന് കാണാൻ വന്നതാ. എവിടുന്നാ? മുല്ലപ്പള്ളി വനയ്ക്കെന്ന്. പോരത്തെ നാള് തിരുമേനയുടെ വകയായിട്ട് അമ്പലത്തിലേക്ക്. ഓഹോ, ആ ഭാഗത്തൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ട്. സാറ് തന്നെ വരണം. പൈസ മുടക്കിയിട്ട് അവസാനം നാട്ടുകാരെ കുറ്റം പറയരുതല്ലോ. എന്നാ ഡേറ്റ്? 15-ാം തീയതിക്ക് 30-ന് ഇടയ്ക്ക് എന്നും ആകാം. അതിപ്പോ അതിനിടയ്ക്ക് എനിക്ക് ഒഴിവുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അയ്യോ അങ്ങനെ പറയരുത് സാറേ. തുമ്പിക്കയുടെ നീളവും കൊമ്പും വാലും തലയെടുപ്പും ഒക്കെ കേമം തന്നെ. എന്നാലും സാറ് വന്നൊന്ന് പരിശോധിച്ച് അസുഖമൊന്നുമില്ലെന്ന് പറഞ്ഞാ മതി. തുമ്പിക്കൈയും കൊമ്പും വാലും? നിങ്ങൾ എന്തിന്റെ കാര്യമാണ് ഇപ്പൊ പറയണത്? ഹൈ, കുട്ടിശങ്കരന്റെ. കുട്ടിശങ്കരനോ? അതാരാ? ആന തിരുമേനിക്ക് നടയിരുത്താനാ പൂരത്തിനെ. സാർ സാർ താഴെ സാർ സാർ ഈ മാസം 15-ാം തീയതി മുതൽ അടുത്ത മാസം 31-ാം തീയതി വരെയുള്ള ഡേറ്റ്സ് ആർക്കും കൊടുക്കരുത്. അമേരിക്കൻ പ്രോഗ്രാം റെഡിയായി. ഷീലയെ നമുക്ക് അമേരിക്കൻ മലയാളികൾക്ക് കൊടുക്കാം. ഒരു പ്രയോജനമില്ല കൃഷ്ണ. അയ്യോ പ്രയോജനം ഉണ്ട് സാർ. ഒരു പ്രോഗ്രാമിന് 5000 രൂപ ഇന്ത്യൻ മണിയാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത്. വെറുതെ ബുദ്ധിമുട്ടണ്ട കൃഷ്ണ, ഇത് കേസ് വേറെയാണ്. എന്ത് കേസായാലും ശരി സാർ എനിക്ക് ഡേറ്റ് തന്നേ പറ്റൂ. സാറിന്റെ കഥാപ്രസംഗം തന്നെ വേണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആഷ്ബുഷ് ക്നോപ്പ് സ്പോൺസേഴ്സിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ സാറിന്റെ കാല് പിടിക്കാം. ബുദ്ധിമുട്ടണ്ട. ആഷ്ബുഷ് സ്പോൺസറോട് പറഞ്ഞേക്ക് ഇത് നടയിരുത്ത് കേസാണെന്ന്. അപ്പൊ ഇത് മൃഗാശുപത്രി അല്ലേ? മൃഗാശുപത്രിയോ? ഒന്ന് പോടാ, ഇറങ്ങി പോടുന്നത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. സ്മോൾ അടിക്കാനുള്ള വഴിയുണ്ടോ? തന്റെ തബലയെടുത്ത് പണയം വെക്കാം. ചങ്കക്കൊള്ള നടത്താനും പോയത് കൃഷ്ണ. നമ്മുടെ ആയുർവേദത്തിന് ഒന്ന് എങ്ങനെ? സ്വാമി ചെറുപ്പമല്ലേ, പ്രേമത്തിന്റെ ഇക്കിളി കൊള്ളുന്ന പ്രായമല്ലേ, ഒരു ലൈൻ പിടിപ്പിച്ചാലോ? അതായില്ല. കൃഷ്ണൻ ഇരിക്കി രോമൻ.